MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944-77-81-611. Embark your journey with MESC. തോപ്പുംപടിയിൽ യാത്രക്കാരെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന അശാസ്ത്രീയമായ രീതിയിലുള്ള മീഡിയം നിർമ്മാണത്തിനെതിരെ UWCയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. തോപ്പുംപടിയിൽ യാത്രക്കാരെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന അശാസ്ത്രീയമായ രീതിയിൽ മീഡിയം നിർമ്മാണം നടത്തിയതിനെതിരെ AIUWCയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. തോപ്പുംപടി സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നിലവിൽ കെട്ടിവരുന്ന അശാസ്ത്രീയമായ മീഡിയൻ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതക്കുരുക്ക് ഇല്ലാത്ത രീതിയിൽ പുനർനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപരോധിച്ചത്. മീഡിയം നിർമ്മാണം തോപ്പുംപടിയിലുള്ള വ്യാപാരികളെയും കാൽനട യാത്രക്കാർക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുള്ളതും കൂടാതെ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന മീഡിയം നിർമ്മാണം ഉടൻ പൊളിച്ചു നീക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുനർനിർമ്മിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങളും നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ പറഞ്ഞു. മീഡിയം കൊണ്ട് രാവിലെ ചെന്നാൽ കാണാം വളരെയേറെ ട്രാഫിക് ജാമായിട്ടുണ്ട്. ആളുകൾക്ക് തൊഴിലിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. സ്കൂൾ കൂട്ടായതിൻ്റെ വലിയ പ്രശ്നങ്ങളാണ്. സ്കൂൾ എന്നാലും വലിയ പ്രശ്നം അവിടെ ചെന്നാൽ അനുഭവിക്കുന്നവർക്കറിയാം. നാട്ടുകാർക്ക് സൗന്ദര്യവൽക്കരണം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് കാര്യമില്ല. അവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ തന്നെ പണിയാനും അതിനുവേണ്ടിയുള്ളൊരു നിവേദനം ഇതിൽ നമ്മൾ ബോധിപ്പിക്കും. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും ഗതാഗത കുരുക്ക് നേരിടേണ്ടി വരും. കൂടാതെ അവിടെ വർഷങ്ങളായി ഉപജീവനം നടത്തിവരുന്ന വഴിയോര കച്ചവടക്കാരും ഓട്ടോ സ്റ്റാൻഡുകാരും ഇന്നത്തെ ദയനീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് ഒരു നിവേദനവും നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകി. മേലധികാരികളെ കൊണ്ട് ഉടനെ പരിഹാരം കാണാമെന്നുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ച് AIUWC സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത്, HK നസീർ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ R ബഷീർ, മൻസൂർ അലി, സുമിത് ജോസഫ്, ഷുഹൈബ്, സെബാസ്റ്റ്യൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ സുധീർ, അരുൺകുമാർ, സജി അറക്കൽ, R സന്തോഷ്, നജീബ്, PS സുബേർ, ജാസ്മി പനേപ്പിള്ളി, സൈനുദ്ദീൻ ലത്തീഫ്, ഷബന നൌഷാദ്, അഷ്റഫ്, സംജാദ്, അൻസീർ എന്നിവർ സമരത്തിന് നേതൃത്വം കൊടുത്തു. വർഷങ്ങളായിട്ട് വയ്യോര കച്ചവടക്കാരും 2 ഓട്ടോ സ്റ്റാൻഡുകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 2 ബസ് സ്റ്റോപ്പുകളും ഇതെല്ലാം തന്നെ അവിടെ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുള്ള ആ സ്ഥലത്ത് ഈ 1 മീറ്റർ വീതിയിൽ ഈ ഒരു ബീഡിങ്ങും കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം സ്കൂൾ പൂട്ടായിട്ട് പോലും വളരെ ബുദ്ധിമുട്ടായിട്ട് ഇന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് സ്കൂളും കൂടി തുറന്നാൽ സ്കൂളിൽ വരെ കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം അവിടെ നിലനിൽക്കും. അപ്പോൾ എൻ്റെ പൊന്നു സർക്കാരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കണ്ണ് തുറന്നിട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. ഈ ഒരു വലിയ ബീഡിങ് ഒഴിവാക്കി സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വണ്ടികൾക്കെല്ലാം സുഖകരമായിട്ട് പോകുവാനും ഒരു ബ്ലോക്കും ഇല്ലാത്ത രീതിയിൽ നിങ്ങളത് നല്ല രീതിയിൽ നമ്മൾ ഇതിനെതിരല്ല, നിങ്ങൾ നടത്തിക്കോ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.